സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു HF Cruiser 92. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വേറെ ഒരു പരിപാടിയായിട്ടല്ല ഗൈസ്. ഇന്നൊരു ചെറിയ ട്രിപ്പാണ് ഗൈസ്. ട്രിപ്പ് വന്നിട്ട് വേറെ എവിടെയല്ല, നമ്മളെ കാളിമലയിലാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററാണ് കാളിമലയിലോട്ടുള്ള ഒരു ദൂരം. അപ്പോൾ എന്തായിരുന്നാലും ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ് ഗൈസ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല ഗൈസ്, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്ക് ഈ ഓയിൽ സീലിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് പറ്റിയില്ല ഗൈസ്. കാരണം ഇവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ടൈം എടുക്കും, അത് ഫ്രണ്ട് ഇളക്കിയൊക്കെ വേണം പൊളിച്ചിറക്കണം, അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. രാവിലെ കൊണ്ട് കൊടുത്തതായിരുന്നു, പക്ഷേ എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. വൈകിട്ടാണ് വണ്ടി കിട്ടിയത്. സോ അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇനി എന്തായിരുന്നാലും കുറച്ച് വർക്കുകളൊക്കെ കൊണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ എവിടെയില്ല, കാളിമലയിലോട്ടാണ്. ഇത് വന്നിട്ട് കാട്ടാക്കട, വെള്ളറട, പിന്നെ അമ്പൂരി, പിന്നെ ആറുകാണി. ഇത് കഴിഞ്ഞാൽ നേരെ കാളിമലയിലോട്ടാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ നേരെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ 3 പേരായിട്ടാണ് പോകുന്നത്. ഫ്ലൈയിങ് ഡ്രാഗൺ, നന്ദു സ്റ്റോപ്പ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അവിടെ പോയിട്ടുള്ള വീഡിയോ കാണാം. സോ അപ്പോൾ അവൻ്റെ വീടിൻ്റെ അവിടെയുള്ള വഴിയിൽ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോകണം, അവിടെ നന്ദു സ്റ്റോപ്പ് വരും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നന്ദു സ്റ്റോപ്പിൻ്റെ വണ്ടി ചെറുതായിട്ട് ചെളിയായതുകൊണ്ട് അവന് ചെളിയായിട്ട് പോകണ ഇഷ്ടമില്ല എന്നുള്ളത്, അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മളെ കൂടെ ഫ്ലൈയിങ് ഡ്രാഗൺ ഉണ്ട്, നന്ദു സ്റ്റോപ്പ്. നമ്മൾ 3 പേരായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി പോകുമ്പോഴുള്ള ഷോർട്സ് കാണാം. മൂങ്ങോട് വഴി കാട്ടാക്കട കയറാനാണ് പ്ലാൻ. കാരണം പയ്യന്മാർക്ക് പെട്രോളൊക്കെ അടിക്കാറുണ്ട്. ഞാൻ നേരത്തെ അവിടെ നിന്ന് അടിച്ചായിരുന്നു. ഇനിയിപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് അവിടെയുള്ള ബാക്കി കാര്യങ്ങൾ കാണാം ഗൈസ്. പെട്രോൾ അടിക്കാൻ കയറി ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇറങ്ങിയപ്പോൾ ലേറ്റായി, 3:30 അടുപ്പിച്ചായി ഇറങ്ങിയപ്പോൾ. 3 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് 3:30 ആയി. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എത്ര മണിയാവും എന്തോ. വെള്ളറടയിലോട്ട് പോകാനുള്ള റോഡ് എത്തിയിട്ടുണ്ടോ? നല്ല റബ്ബർ തോട്ടമുണ്ട്. അങ്ങനെ വെള്ളറടയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാളിമലയിലോട്ടുള്ള റോഡിലെത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 7 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അത്ര എത്തും. ഒരു ഇടത്തോട്ടൊരു വഴിയുണ്ടെന്നോ കയറി കഴിഞ്ഞ് കാലത്തിലെത്തുമെന്നോ. ഓക്കെ ഓക്കെ, പുറത്തൂടെ എത്തിക്കഴിഞ്ഞാൽ കാലമല എത്തുമായിരിക്കും. ഇവിടെ നിന്നൊരു ഇടത്തോട്ട് റോഡുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാലിമലയിലോട്ടുള്ള റോഡ് എത്തിയിട്ടുണ്ട്. എന്തോടാ? ഇവിടെ നിന്നൊരു 7-8 കിലോമീറ്റർ ഉണ്ടോ. ബ്ലോക്കുകളിലൊക്കെ നല്ല സീനാണ്, വീഡിയോ എടുക്കാനൊക്കെ നല്ല പാകം എടുക്കും. അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായെന്ന് തോന്നുന്നു. മലയൊക്കെ കാണുന്നുണ്ട്, ചെറിയ രീതി കണ്ടോ, ചെറിയ രീതിക്ക് മലയൊക്കെ കാണുന്നുണ്ട് നമ്മൾ. ഓക്കെ, നല്ല ചെളിയുണ്ട്. നോക്കാം ഗൈസ്, ബാക്കി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നൈസ് സ്പോട്ടെന്നാണ് പറയുന്നത്. 2-3 പേര് പോയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞത്. ഇത് വന്നിട്ട് കുരിശുമലയുടെ അടുത്തായിട്ടാണ് ഈ കാളിമല എന്ന് പറയുന്നത്. വൈബ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് കാണാൻ തന്നെ വൈബ്. ഇനിയിപ്പോൾ മുകളിൽ എങ്ങനെയായിരിക്കും ഗൈസ്. നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റിയായിരുന്നു. നമ്മൾ കുരിശുമല കയറിയാണ് പോയത്. അവിടെ കൂടെ വണ്ടി കുറച്ചേ പോവുള്ളൂ, ബാക്കി നമ്മൾ നടന്നാണ് കയറാറുള്ളത്. പിന്നെ അമ്പൂരി വഴി ആറുകാണി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് പോകാനുള്ളതെന്നാണ് പറയുന്നത് കാളിമലയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐസ് ഇവിടെ നൈസ് ക്ലൈമറ്റാണ്. ഫുള്ള് റബ്ബർ തൊട്ടാണ്ട് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം കാളിമലയിൽ എത്താറായിട്ടുണ്ട് ഗൈസ്. ഒരു ഇനി 1.8 കിലോമീറ്റർ കൂടെ ഉള്ളൂ കാളിമലയിലെത്താൻ ഗൈസ്. ഇത് വന്നിട്ട് തമിഴ്നാടാണെന്ന് തോന്നുന്നു. നേരത്തെ തമിഴ്നാട്ടിൻ്റെ ബസ്സൊക്കെ കിടക്കണുണ്ടായിരുന്നു ഗൈസ്.
കൊള്ളാം കേട്ടോ, നല്ല വൈബ് സ്പോട്ട്. പോകാനുള്ള റോഡാണെങ്കിലും ഒരു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റൂല, എന്നാലും എൻ്റെ വണ്ടിയിൽ ഓഫ് റോഡാണ് ഇതൊക്കെ. കൊള്ളാം. നല്ല പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഉള്ളൂ, ഇനി കൂടിപ്പോയ ഒരു 1/2 കിലോമീറ്റർ, അതിൻ്റെ അത് വെച്ച് നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് കയറി പോകാനുള്ളത് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഈ വഴി കയറിയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതാണെന്ന് തോന്നുന്നു കുരിശുമല. എടാ അതാണോ കുരിശുമല? ഇതാ കുരിശുമല. അപ്പൊ ഇതെന്തോന്നു മല? ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ നമ്മൾ കാളിമലയിലോട്ട് കയറാനുള്ള പുറപ്പാടിലാണ് ഗൈസ്. കയറി ഇനി എത്ര ഉണ്ടോ കയറാൻ? ഇനി എത്ര ഉണ്ട് കയറാൻ? എന്തായാലും നല്ല നൈസ് ക്ലൈമറ്റാണ് ഗൈസ്, നല്ല കാറ്റുണ്ട്, സെറ്റ് ക്ലൈമറ്റ്. നമ്മളിനി മുകളിൽ കയറുമ്പോൾ മിക്കവാറും ഒരു വലിയ ആറ് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അത് മിക്കവാറും അമ്പൂരി റിവറായിരിക്കും. എക്സ്പൾസോ ഹിമാലയോ അഡ്വഞ്ചർ ടൈപ്പുള്ള എല്ലാ വണ്ടികളും സുഖമായിട്ട് ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ സ്പോട്ടാണിത്. നല്ല വ്യൂ ഉണ്ട്, നല്ല കിടുക്കാച്ചി വ്യൂ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വ്യൂ കാണാം, സെറ്റ് ഗൈസ്. ആ മലയും ആകാശവും എല്ലാം കൂടെ ഇപ്പം വേറെ ലെവല്. കാളിമല കയറുന്ന കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ് കേട്ടോ. അയ്യോ ഇനിയും കയറാറുണ്ട്, ഇനി 2 ചുറ്റൂടെ ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഒരു കടയുണ്ട് കൈസ്. ആ ഒരു ചെറിയ പെട്ടി കടയാണ് കൈസ്. ഇവിടെ ചായയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല തളർന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ട് മുകളിൽ കയറാവുന്നതാണ്. രക്ഷയില്ല കൈസ്, കാറ്റെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കാറ്റ്, ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വൈബ് വ്യൂ. കാറ്റെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കൈസ് കാറ്റ്. പിന്നെ ഒരു അമ്പലമുണ്ട് കൈസ്, ഇവിടെ ആയിട്ട് ഒരു അമ്പലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കാളിമലയെന്ന് പേരിട്ട് എനിക്ക് മിക്കവാറും ഈ അമ്പലത്തിൻ്റെ എന്തെങ്കിലും ബേസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇജാതി സ്പോട്ട് ഗൈസ്, നൈസ് വ്യൂ എല്ലാം. അതായത് എന്തോ മരോടാ ഇതാ ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല കാറ്റും തണുത്ത കാറ്റാണ് ഗൈസ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ മഴ ടൈമിലൂടെ വന്നുകൊണ്ടായിരിക്കും, നല്ല കാറ്റുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് ഗൈസ്. ഇവിടെയാണ് ഗൈസ് ആദ്യം വരാറുള്ളത്. അവിടെ ഒരു റിവർ കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്പോട്ട് ഗൈസ്. ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമാതിരി വ്യൂ പോയിന്റ്. അങ്ങ് അറ്റത്ത് എനിക്ക് തോന്നുന്നു അതായിരിക്കും അഗസ്ത്യാർകൂടം. അങ്ങ് കാണുന്ന ഒരു മലയുണ്ടല്ലോ, അതായിരിക്കും അഗസ്ത്യാർകൂടം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം കറക്റ്റ് തമിഴ്നാട്. സോ ഗൈസ്, അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു ഗൈസ്. അവിടെ വെച്ച് ഇനി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അതിൻ്റെ അകത്ത് വന്നില്ല. കാറ്റ് കാരണം നേരെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അന്ന് കാണേണ്ട സ്പോട്ട് തന്നെയാണ് ഗൈസ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. കാരണം ടൈമായിട്ടുണ്ട് 6:30 ആയി. നമുക്ക് ഇരുട്ടതിന് മുന്നേ താഴോട്ട് ഇറങ്ങണം. ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ താഴോട്ട് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ട്രിവാൻഡ്രം കാലം എന്തായിരുന്നാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട സ്പോട്ട് തന്നെയാണ് ഗൈസ്. ഇത് നല്ലൊരു കാം അന്തരീക്ഷമുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഇനിയപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.